ഇതാണ് നമ്മൾ സപ്താഹം കൊണ്ടാൻ പോകുന്ന നമ്മുടെ സ്വന്തം അമ്പലം, പരിയാരത്തുകുളങ്ങര അമ്പലം. ഈ ക്യൂ നിൽക്കും ആൾക്കാർ ചോറിനാനായിട്ടുണ്ട്. ഇത് അഴികൾ കണ്ടോ, ഈ അഴികൾക്കിടയ്ക്ക് കൂടെയാണ് ബഹളമൊന്നും ഉണ്ടാക്കാതെ ആൾക്കാർക്ക് ശരിക്കും നിന്നൊക്കെ കഴിച്ചുകൊണ്ട് പോകാൻ പറ്റും. നമുക്ക് സപ്താഹത്തിനപ്പം നമ്മൾ കൂടെ വന്നപ്പോഴത്തേക്ക് നവാഹത്തിന് കൂടെ വന്നപ്പോൾ ഇന്ന് ചോറുമില്ല, ഓരോ ദിവസം ഓരോ കറികളൊക്കെ തന്നെ ആട്ടോ. ചോറ് പിന്നെ ഇവർക്ക് വാങ്ങിച്ചിട്ട് വന്ന മൂക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ട് മോള് വന്നില്ല. അപ്പം വാങ്ങിച്ചിട്ട് വന്ന അവിയൽ, മാങ്ങാച്ചാറ്, പച്ചടി, തോരൻ, ഇത്രയാണ് അമ്പലത്തിൽ നിന്ന് കിട്ടിയ കേട്ടോ. പിന്നെ സാമ്പാർ ഒരു പാത്രത്തിൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. അടപ്രഥമനാണ്, അതും ഒരു പാത്രത്തിൽ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ പഴമുണ്ട്, അടപ്രഥമൻ്റെ കൂടെ പഴവും. പിന്നെ നമ്മൾ ഇന്നിവിടെ വീട്ടിൽ മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ടുണ്ട് കേട്ടോ. മാമ്പഴ പുളിശ്ശേരി നല്ല പഴുത്ത മാങ്ങ, ജീവിതത്തിൻ്റെ മാങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ വെച്ച് പുളിശ്ശേരി വെച്ചിട്ടുണ്ട്. പിന്നെ അയിലായിരുന്നു വാങ്ങിച്ച മീൻകറി, മീനായിട്ടപ്പം വലിയ അയിലായിരുന്നു, അത് മുളക് വെച്ചു. പിന്നെ കൂമ്പ് തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടവും കൂടെ ഉണ്ട്. പപ്പടം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഇന്നത്തെ കറികളും. നമ്മുടെ നവാഹത്തിൽ നമ്മൾ പോയി കഴിച്ചിട്ട് വന്നതും ഞാൻ കഴിച്ചിട്ട് വന്നു. ഇവർക്ക് രണ്ടർക്കും ചേട്ടനും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ. ചോറിത്രയുണ്ട്. ഇത് വൈകിട്ടത്തേക്ക് ഞങ്ങൾ കഴിക്കും. രാവിലെ നടക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു വീട്ടിൽ നിന്ന് ചാമ്പയ്ക്ക തന്നാണ്. ചാമ്പയ്ക്ക അവിടെ ഒത്തിരി നിറച്ചിരിക്കണം. ഞങ്ങൾ ചോദിച്ചതൊന്നുമില്ല, ചേച്ചി പറഞ്ഞു പറിച്ചോണ്ട് മോക്കളേന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്ന. ഞാൻ ചേച്ചി കൊണ്ട് നടക്കാൻ പോലും. ഇത് ഞാൻ കഴുകി മണ്ടവശം കത്തി കളഞ്ഞ് ഉപ്പിടാന്ന് വെച്ച് വെള്ളം പോകാൻ വേണ്ടി തുണിക്കകത്തിട്ട് വെച്ചേക്കും. പിന്നെ ഞാനും പൊന്നും അപ്പവും അമ്മയും കൂടെ പോയത് അമ്പലത്തിൽ കഴിക്കാനായിട്ട്. ഞങ്ങളൊരു 12:15 ആകുമ്പോൾ ഇങ്ങോട്ട് പോയിട്ട് ഭയങ്കര ആളാണ്. ഓരോ സമയത്തും ആളാണ്. ഇപ്പോഴും 2:30 ആകുമ്പോഴത്തേനും ആള് ഭയങ്കര ആളാണ്. നന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ ആഹാരം തരുകയും വീട്ടിൽ കൊണ്ടുപോകാനും ഒക്കെ തരും. അപ്പം 9 ദിവസവും ഞങ്ങളിനി അവിടെ നിന്ന് വരുന്നത്. പിന്നെ 2 ദിവസം, 3-ാമത്തെ ദിവസമാണ്. ഈ 11-ാം തീയതി വരെയുണ്ട്. പിന്നെ 13-ാം തീയതിയാണ് ഉത്സവം ഇവിടുത്തെ. 12-ാം തീയതി ഒന്നുമില്ല, 13-ാം തീയതി ഞായറാഴ്ചയാണ് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം. വായനയൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും ഇതിൻ്റെ അകത്ത്. ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചവരെയുള്ള വിശേഷങ്ങളായിട്ടോ. ഇനി വൈകിട്ട് അമ്പലത്തിൽ പോകണം.